നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലാണ്. നമുക്ക് അദ്ദേഹത്തോട് ഈ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ചും അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ചും രാഷ്ട്രീയ പൊതുജീവിതത്തെക്കുറിച്ചും നമുക്ക് ഒന്നും ചോദിച്ചറിയാം. നമസ്കാരം. പിന്നെ അങ്ങ് വളരെ അടുത്തായി തന്നെ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള ഒരു ഇനിയുള്ള പ്രോജക്റ്റുകളെക്കുറിച്ചും അങ്ങയുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൻ്റെ ഭാവി സംഭാവനകൾ? വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു വലിയ ഏരിയയുള്ള ബ്ലോക്ക് പഞ്ചായത്താണ്. ഞാൻ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധി ആയിരുന്ന ഗ്രാമപഞ്ചായത്തിൽ 22 വർഷക്കാലത്തോളം ജനപ്രതിനിധിയായിരുന്നു. ഞാൻ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു. ഞാൻ ഒരു അപ്പർ മുടിയിലേക്ക് ആദ്യം താമസിച്ചു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പെരിങ്ങമല ഡിവിഷനിൽ ഞാൻ മത്സരിച്ചു. അവിടെ നിന്ന് വിജയിച്ചു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ഏകദേശം 426 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്താണ് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിൻ്റെ പകുതിയിലധികം ഭാഗം കവർ ചെയ്യുന്നത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. എൻ്റെ പഞ്ചായത്ത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് 217 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏറ്റവും വലിയ പഞ്ചായത്ത്. 217 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ ഈ പഞ്ചായത്ത് ഇത് ഞാനത് പെരിങ്ങമല വലിയ പഞ്ചായത്താണ്, പകുതിയിലധികം എന്ന് പറഞ്ഞെങ്കിലും മറ്റ് 7 പഞ്ചായത്തുകൾ, ആ 8 പഞ്ചായത്തുകളാണ്. മറ്റ് 7 പഞ്ചായത്തുകളെ സംബന്ധിച്ചും ആ പ്രദേശങ്ങളുടെയും വികസനം എത്തിച്ചേർന്നിട്ടില്ല. വികസനം പിന്നെ പല പ്രദേശങ്ങളിലും ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം വേണം, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ കുറച്ചുകൂടി വേണം. ആ നിലയ്ക്ക് മാത്രമേ നമ്മുടെ ഈ ഉദ്ദേശിക്കുന്ന വികസനം വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു 4 ആശുപത്രികൾ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട്. കന്യാകുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലും, വാമനപുരം ഗവൺമെൻറ് ഹോസ്പിറ്റലും, കല്ലറ ഗവൺമെൻറ് ഹോസ്പിറ്റലും, പാലോട് ഗവൺമെൻറ് ഹോസ്പിറ്റലും ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ആശുപത്രികൾ. പരിമിതികളേറെയുണ്ട്. പരാതികൾ നിരവധി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഉടനെ തന്നെ പ്രധാനമായും ഞാൻ അന്വേഷിച്ചത് ഈ ആശുപത്രികളെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴുമുള്ള പരാതി ഈ ആശുപത്രികളിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറില്ല, ഡോക്ടർമാരുടെ എണ്ണം കുറവാണ്. NRHM വരുന്ന ഡോക്ടർമാരെ പലപ്പോഴും ലഭ്യമല്ലാതെ വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിമിതിയുള്ള ആൾക്കാർക്ക് പരാതിയുണ്ട്. അപ്പം അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാനമായി. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ 3-4 ദിവസമായപ്പോൾ ഞാൻ നിർവഹണ ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിച്ചു. കഴിഞ്ഞ നമ്മുടെ സാമ്പത്തിക വർഷത്തുള്ള പ്രോജക്റ്റുകൾ അത്യാവശ്യമായി ആരോഗ്യ രംഗത്തും വികസന രംഗത്തും ക്ഷേമകാര്യ രംഗത്തും ഒക്കെ നടപ്പിലാക്കേണ്ടുന്ന ഏതാനും പ്രോജക്റ്റുകൾ പെൻഡിങ്ങിലാണ്. ആ പ്രോജക്റ്റുകൾ പരിഹരിക്കാൻ വേണ്ടി അതിൻ്റെ നിർവഹണം പൂർത്തിയാക്കുക, നമ്മുടെ എക്സ്പെൻഡിച്ചർ ആക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. ആ നിർവഹണ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലേറെയും പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക. ഈ 4 ആശുപത്രികളിലുള്ള മെഡിക്കൽ ഓഫീസർമാർ, ചാർട്ടേഡ് മെഡിക്കൽ ഓഫീസർമാരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ട്. അതിനനുസരിച്ച് അവർക്കുള്ള പ്രോജക്റ്റുണ്ട്, ദളിതമായി കൊടുക്കുന്ന പ്രോജക്റ്റുകൾ പോലും പൂർത്തിയാക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അത് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് കഴിയും. അപ്പോൾ ആ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ECDS നമ്മുടെ പരിധിയിൽ വരുന്ന ECDSൻ്റെ അതിനുള്ള അംഗൻവാടികളുടെ മേലോട്ടുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ നമ്മുടെ പരിധിക്കകത്ത് വരുന്നതാണ്. അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനമായും ആശുപത്രിയുടെ ആരോഗ്യ മേഖലയിൽ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടി ചിട്ടയായി കൊണ്ടുവരുവാനും ആരെങ്കിലും പരാതികൾ പരിഹരിക്കുവാനുള്ള ശ്രമമാണ് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവരികയാണ്. ഈ ടൂറിസം മേഖല വാമനപുരം ബ്ലോക്ക് ഡിവിഷനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ടൂറിസം മേഖലയെ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, അവയ്ക്ക് വേണ്ടി അങ്ങയുടെ അതിന് ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ സംയുക്ത പ്രോജക്റ്റുകളായി ജില്ലാ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളുണ്ടെന്ന് മാത്രമേ ആ മേഖലയെ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. അതിൽ തന്നെ പൊന്മുടി വരുന്ന വലിയ ഒരു പൊന്മുടി ഞാൻ നേരത്തെ പറഞ്ഞ വാമനപുരം ബ്ലോക്കിൻ്റെ പകുതിയിലധികം വരുന്ന പെരിങ്ങമല പഞ്ചായത്തിൻ്റെ ഭാഗമാണ് പൊന്മുടി. വളരെയധികം ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ്. പക്ഷേ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിക്കകത്തുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി ആഗ്രഹിച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് പാലോട് ബ്രൈമൂർ പൊന്മുടി റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതായിരുന്നു
ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതലേ ഒരു സ്വപ്നമായിരുന്നു പാലോട് ഡ്രൈവർ റോഡ് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന പെരിങ്ങമല പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധിയോട് ആ ഒരു നിർദ്ദേശം ഞാൻ പാർലമെന്റ് പാർട്ടിക്ക് വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോയാൽ എൻ്റേതായ സഹായം പൂർണ്ണമായും അത് നിർവഹിക്കും. അത് യാഥാർത്ഥ്യമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു നല്ല പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ഈ കുടിവെള്ള പദ്ധതികളൊക്കെ പല സ്ഥലങ്ങളിലും കുടിവെള്ള പദ്ധതികൾ ഈ ചില പ്രത്യേക പ്രോജക്റ്റുകൾ വൻകിട പ്രോജക്റ്റുകളില്ലാതെ ജലജീവൻ മിഷന്റെ പ്രോജക്റ്റുകൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ടില്ല. ആ ജലജീവൻ മിഷന്റെ പ്രോജക്റ്റുകൾ ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അത് കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ കുറ്റങ്ങൾ പരിഹരിക്കത്തക്ക നിലയിലേക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ ഭാഗത്തുണ്ടാകും. പിന്നെ ചില അവശേഷിക്കുന്ന കുടിവെള്ള പദ്ധതികൾ ചില ഇപ്പോൾ തന്നെ ആനാട് നദിയോട് സംയുക്തമായി എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റുണ്ട്. ആ കുടിവെള്ള പദ്ധതി ചെറിയ തടസ്സങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ തടസ്സങ്ങൾ മാറ്റി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട വാമനപുരത്തിൻ്റെ MLA-യുമായി കൂടി ആലോചിച്ചുകൊണ്ട് അത് പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെരിങ്ങമല പഞ്ചായത്തിന് ഒരു വലിയ സമഗ്ര കുടിവെള്ള പദ്ധതി, അതായത് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും ശുദ്ധജലം കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാന്റോട് കൂടിയുള്ള ഒരു പദ്ധതി, ശുദ്ധജലം കിട്ടത്തക്ക നിലയിലുള്ള ഒരു പ്രോജക്റ്റുണ്ട്. അത് യാഥാർത്ഥ്യമാക്കുന്നതിനും തീർച്ചയായും നമ്മുടെ സഹായം ഉണ്ടാകും. നമ്മൾ ഇടപെടും, സഹായം ഉണ്ടാകും. അതൊക്കെ പൂർത്തീകരണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ തീർച്ചയായും അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വളരെ നല്ല ഒരു ഭരണമാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ഞാൻ പെരിങ്ങമല 1995 ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആദ്യമായി ആരംഭിക്കുമ്പോൾ പെരിങ്ങമല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനായിരുന്നു. ആ 5 വർഷക്കാലം നമുക്ക് പെരിങ്ങമല പഞ്ചായത്തിന്റെ ആ പഞ്ചായത്തിൽ ഒരു വലിയ മാറ്റം അനുസരിച്ചുള്ള പ്രോജക്റ്റുകളില്ല. നമുക്ക് അധികാര വികേന്ദ്രീകരണത്തിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം കിട്ടിയ അധികാരം വെച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. ആ സമയത്താണ് നമ്മൾ ഈ കുടിവെള്ള പദ്ധതി സത്യത്തിൽ ഏറ്റെടുക്കുന്നത്. അന്ന് പെരപ്പമൂട് പുള്ളിയായിരുന്നു എന്നെ സഹായിക്കാനുണ്ടായിരുന്ന MLA. അന്നത്തെ MLA അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് കാര്യത്തിൽ എന്നോടൊപ്പം ഉണ്ടായത്. പക്ഷേ അതിനുശേഷം വന്ന ഭരണസമിതികൾ അതിനകത്ത് അത്രയും വലിയ ഒരു റിസ്ക് എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി മുൻപ് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന പദ്ധതിയിലായിരുന്നു. അതിനുശേഷം വന്ന പഞ്ചായത്ത് ഭരണസമിതികൾക്ക് അതിനകത്ത് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏകദേശം അതിന്റെ കുറേ അല്പം ബാക്കി മാത്രമാണ്. ആ പിന്നെ ഈ പ്രോജക്റ്റില് ടാങ്ക് ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള വഴി വാങ്ങിക്കൊടുത്താൽ വസ്തു വാങ്ങിയാൽ മാത്രമേ വഴി ആകത്തുള്ളൂ. അതുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം കിട്ടുകയാണ്. അതുകൊണ്ട് അത് പൂർത്തിയാകും. ആനാട് നദിയോട് സംയുക്ത പ്രോജക്റ്റ് പൂർത്തിയാകണം. ജലജീവൻ മിഷന്റെ കീഴിൽ മറ്റ് പഞ്ചായത്തുകളിലുള്ള പദ്ധതികളുടെ കുറ്റങ്ങൾ പരിഹരിക്കണം. അതൊക്കെ തീർച്ചയായും നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് ഏറ്റേതായ ഇടപെടൽ. ഇപ്പോൾ നിലവിൽ ഒരു പ്രധാന ചോദ്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ 4 ആശുപത്രികളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള. അവിടെയൊക്കെ ഈ മരുന്നിന്റെ ക്ഷാമം ഉള്ളതായി ചാനലുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പക്ഷേ അത് കഴിഞ്ഞ മീറ്റിംഗ് വിളിച്ചപ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ മരുന്നിന്റെ ക്ഷാമം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ മരുന്ന് വാങ്ങുന്നതിന് ആവശ്യമായ പ്രോജക്റ്റുകൾ വച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി എക്സ്പെൻഡിച്ചറായാൽ അത് പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മരുന്ന് അത് എക്സ്പെൻഡിച്ചറാക്കിയാൽ മരുന്ന് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായും ഓരോ പ്രശ്നത്തെ ആക്ഷൻ പ്ലാനിട്ടപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റിംഗ് മുതലുള്ള കാര്യങ്ങൾക്ക് 80, 120, 210 ഇങ്ങനെയുള്ള എമൗണ്ടുകളൊക്കെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതൊക്കെ കുറച്ച് കൊടുക്കാൻ കഴിയില്ല മലയോര പ്രദേശത്തെ സാധുക്കൾക്ക്. അതിനെക്കുറിച്ച് ഒന്ന് അതൊന്ന് മനസ്സിലാക്കിയ ശേഷം അപ്പോൾ അതൊരു സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കും. അതുപോലെ തന്നെ ഒരു അവസാനമായ ഒരു കാര്യം ചോദിച്ചു. ഈ വാമനപുരം ബ്ലോക്കിൽ നിന്ന് ഈ ഭവന പദ്ധതികൾക്കായിട്ട് ഏറ്റവും നല്ല ഭവന പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തായി വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലുടനീളം പേരെടുത്തിട്ടുള്ളത്. അപ്പം അങ്ങക്ക് ഇവിടുത്തെ ഇപ്പം നിലവിലുള്ള സാധാരണക്കാരുടെ ഭവന പദ്ധതികളുടെ കാര്യത്തിലും പിന്നെ SC ST മേഖലയിലുള്ള കെട്ടിടങ്ങളുടെ കാര്യത്തിലൊക്കെ അങ്ങേക്ക് മുൻകൈയെടുത്ത് പൂർത്തീകരിച്ച് കംപ്ലീറ്റ് ആവാത്ത വീടുകളുടെ അങ്ങയുടെ ശ്രദ്ധയിൽ തന്നെ മേൽനോട്ടത്തിൽ അത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് തലത്തിൽ ഏതാനും ഭവന പദ്ധതികൾ നേരത്തെയും ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇന്ദിരാ ആവാസ് യോജന IAY പദ്ധതി പ്രകാരം വീടുകൾ കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന PMAY എന്ന നിലയ്ക്കാണെന്ന് ആ പദ്ധതി മാറിയിരിക്കുന്നത്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഭവന വീടുകൾ തീർച്ചയായും അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് പഞ്ചായത്തുകളിൽ തയ്യാറാക്കിയിട്ടുള്ള ഗ്രാമസഭാ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് അനുസരിച്ച് അത് കൊടുക്കുന്ന കാര്യത്തിൽ വർദ്ധപ്പെട്ട ആളുകൾ കൊടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായി
ഈ 2 ഘട്ടം മേടിച്ചിട്ട് അത് മുടക്കി കിടക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ അത് പൂർത്തിയാക്കാൻ 2 ഘട്ടം പൈസ വാങ്ങി അത് പൂർത്തിയാകാത്തതിനെ സംബന്ധിച്ച് പഞ്ചായത്തിൽ പ്രത്യേക അഡീഷണൽ ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് ഒരു പ്രോജക്റ്റിന് ഒരു വീടിന് എത്ര രൂപ എന്ന പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അവർ ആദ്യത്തെ 2 കോടി പൈസ കിട്ടി. ആ സ്റ്റേജ് അവർ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിർവഹണ ഉദ്യോഗസ്ഥർ അടുത്ത ഘട്ടം കൊടുക്കത്തില്ല. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ കൂടി മുൻകൈ എടുത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ അവർ കൂടി മുൻകൈ എടുത്ത് അവരെ കൊണ്ടുപോയി വീട് പൂർത്തിയാക്കിക്കുന്നതിന് ഒരു ശ്രമം ഉണ്ടാകും. പ്രത്യേകിച്ചും ആദിവാസി മേഖലകളിലും പട്ടികജാതി കോളനികളിലുമൊക്കെ അവർ അക്കാര്യത്തിൽ ആരുടെയെങ്കിലും ഒരു ചെറിയ സഹായം കൂടി ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇടപെടാനുള്ള പ്രശ്നമില്ല അവർക്ക് ഉണ്ടാകും. അങ്ങനെ ഉത്സാഹം ഈ മേഖലയിലെല്ലാം എല്ലാം ഉണ്ടാകും എന്ന് പൊതുജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയോടുകൂടി അങ്ങനെ കാത്തിരിക്കുക. തീർച്ചയായും ആ മേഖലകളിലും കുടിവെള്ള മേഖലയിലും ആരോഗ്യ മേഖലയിലൊക്കെ അതുപോലെ തന്നെ ടൂറിസം മേഖലയിലൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മാമനൂരും ബ്ലോക്ക് പഞ്ചായത്തിന് ടാക്സ് ഒക്കെ ഒരുപാട് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മുൻകാലങ്ങളിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ തന്നെ നടക്കാതെ പോയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷ ജനങ്ങൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ മുന്നോട്ട് സധൈര്യം ഊർജ്ജസ്വലതയോടെ അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ട എല്ലാ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അങ്ങയെ അറിയിക്കുകയാണ്. അങ്ങയുടെ സപ്പോർട്ട് അങ്ങയുടെ മുന്നിൽ വരുന്ന ആരെയും അങ്ങ് ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലാവരെയും മാറോട് ചേർത്ത് കരസ്പർശനം കൊണ്ട് സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് മുൻകാലങ്ങൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും വന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങയുടെ 50 വർഷക്കാലങ്ങളായെന്ന് തോന്നുന്നു. അങ്ങയുടെ രാഷ്ട്രീയ 50 വർഷത്തോളമായ പൊതുരംഗത്തിൻ്റെ ആ ഒരു പ്രൗഢിയിൽ നിൽക്കുമ്പോൾ അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഊർജ്ജവും അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല അഭിനന്ദനങ്ങൾ ലഭിക്കുകയാണ്. അഭിവാദ്യം. തീർച്ചയായും ഞങ്ങൾ ഉൾപ്പെടുന്നു.